കൂത്തുപറമ്പ് നഗരത്തിൽ ഇതുപോലൊരു ട്രാഫിക് സിഗ്നൽ സ്ഥാപിച്ചിട്ട് നാളുകൾ കുറെയായി. കാൽനട യാത്രക്കാർക്ക് റോഡിൽ പുല്ലുവില. സിഗ്നൽ ലംഘിച്ച് നിരവധി വാഹനങ്ങളാണ് ഇതുവഴി കടന്നു പോകുന്നത്. റോഡപകടങ്ങൾ കുറയ്ക്കുന്നതിനും കാൽനടയാത്രക്കാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമായി സ്ഥാപിച്ച സീബ്ര ലൈൻ ഫലപ്രദമായി ഉപയോഗിക്കപ്പെടുന്നില്ല. റോഡ് മറികടക്കുന്നതിനായി പ്രത്യേകം ഒരുക്കിയിട്ടുള്ള ഈ സംവിധാനം നിലവിലുണ്ടെങ്കിലും അതിനോടുള്ള അവഗണന വ്യാപകമാണ്. കൂത്തുപറമ്പിൽ ഇവിടെ നല്ലതാക്കിയത് ഇവിടുത്തെ അത്രയ്ക്കും ഇവിടുത്തെ തടസ്സങ്ങൾ ഇല്ലാതായി ഇവിടെ സീബ്ര ലൈൻ വന്നത്. അപ്പൊ ഈ സീബ്ര ലൈന് യാതൊരു ഇവിടുത്തെ നമ്മളെ കേരളത്തിലെ ഡ്രൈവർമാർ ഒരു മൈൻഡും അതിന് ചെയ്യാറില്ല. സീബ്ര ലൈൻ വന്നത് നമ്മുടെ ഇവിടുത്തെ കൂത്തുപറമ്പിലെ പൊതുജനങ്ങൾക്ക് എത്രയും നല്ലതാണ്. സീബ്ര ലൈനിന് സമീപം കാത്തുനിൽക്കുന്ന കാൽനടയാത്രക്കാർക്ക് വഴി നൽകാതെ വാഹനങ്ങൾ അതിവേഗത്തിൽ കടന്നുപോകുന്നതും പതിവ് കാഴ്ചയാണ്. ഗതാഗത നിയമപ്രകാരം സീബ്ര ലൈനിലൂടെ റോഡ് മറികടക്കാൻ നിൽക്കുന്ന കാൽനടയാത്രക്കാർക്ക് മുൻഗണന നൽകി വാഹനങ്ങൾ നിർത്തേണ്ടതാണ്. എന്നാൽ പല വാഹനങ്ങളും ഈ നിയമം പാലിക്കുന്നില്ലെന്നാണ് കൂത്തുപറമ്പ് നഗരത്തിലെ കടയുടമകൾ പറയുന്നത്. ഇതിൽ കാൽനടയാത്രക്കാരുടെ ഭാഗത്തുമുണ്ട് നിരവധി തെറ്റുകൾ. സിഗ്നൽ നോക്കാണ്ട് പോകുന്നുണ്ട്, സിഗ്നൽ നോക്കുന്നില്ല, പാസ് ചെയ്യുന്നുണ്ട്. പിന്നെ ചിലവര് സിഗ്നൽ നോക്കി തന്നെ അങ്ങോട്ട് സ്വിച്ച് ഇട്ട് അങ്ങോട്ട് പച്ച വന്നു കഴിഞ്ഞാലേ പോകുന്നുണ്ട്. അങ്ങനെയാണ്. ചില വണ്ടിക്കാരെ പോലെ സിഗ്നൽ നോക്കാണ്ട് പാസ് ചെയ്യുന്നുണ്ട്, ആളെയൊന്നും ശ്രദ്ധിക്കുന്നില്ല. അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. നമുക്ക് നേരിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ചില നമ്മളെടുത്ത് ഒച്ചയെടുക്കലാം, ആളിപ്പോ എന്താണെന്ന് പറയലാം. സീബ്ര ലൈൻ ഉണ്ടായിട്ടും പലരും സമീപത്തെ മറ്റു ഭാഗങ്ങളിലൂടെ റോഡ് മറികടക്കുകയാണ്. റോഡ് സുരക്ഷാ നിയമങ്ങളെക്കുറിച്ചുള്ള അവബോധക്കുറവും ഇതിനു കാരണമായി പറയുന്നു. അതാരും അനുസരിക്കുന്നില്ല, വണ്ടിക്കാരും അനുസരിക്കുന്നില്ല, പിന്നെ സിഗ്നൽ യാത്രക്കാരും കാൽനട യാത്രക്കാരും അനുസരിക്കുന്നില്ല. അത് മാത്രമല്ല, ഇവിടെയുള്ള കൂട്ടരൊക്കെ ഈ സിഗ്നൽ ഇവിടെ ഉണ്ടെന്ന് അറിയാൻ പറ്റും. പുറത്തുള്ള കൂട്ടരൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. പുറത്തു വരുന്ന വണ്ടിക്കാരപ്പോൾ അടിച്ചങ്ങ് പോക്കാം. അപ്പോൾ ഇത് കൂടുതൽ അപകടം ഉണ്ടാക്കാനാണ് ഇത് സാധ്യത കാണുന്നത്. സ്വിച്ച് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞെക്കുന്നതുകൊണ്ട് പെട്ടെന്ന് ലൈറ്റ് കത്തുമ്പോൾ വണ്ടിക്കാർ കാണുന്നില്ല. അപ്പോൾ പിന്നെ വരുന്ന വണ്ടികളിലോ പിന്നെ അത് ജനങ്ങൾ പിന്നെ സീബ്ര ലൈൻ നമ്മളുണ്ടാകുക. അത് മാത്രമല്ല, പിന്നെ ഇങ്ങനെ ഇവിടുന്ന് ഈ സിഗ്നൽ തെളിയുമ്പോൾ ബസ് മൊത്തം എൻട്രൻസ് ഇങ്ങോട്ട് ഇറങ്ങി വരും. കണ്ണൂർ റോഡ് വന്നിട്ട് ബ്ലോക്ക് ആവും. വിദ്യാർത്ഥികൾ, വയോധികർ തുടങ്ങിയവരാണ് ഇതുമൂലം ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നേരിടുന്നത്. റോഡ് സുരക്ഷ ഉറപ്പാക്കുന്നതിന് സീബ്ര ലൈൻ സംബന്ധിച്ച ബോധവൽക്കരണം ശക്തമാക്കുകയും നിയമലംഘനങ്ങൾക്കെതിരെ കർശന നടപടി സ്വീകരിക്കുകയും വേണമെന്നാണ് പൊതുജനങ്ങളുടെ ആവശ്യം. സിഗ്നൽ വന്ന് നാളുകൾ കുറെയായിട്ടും ആളുകൾക്ക് നിയമമത്രയ്ക്ക് ബോധ്യമായില്ലെന്ന് തോന്നുന്നു. നിങ്ങളുടെ ചെറിയൊരു അശ്രദ്ധ മതി വലിയൊരു അപകടം തന്നെ ഉണ്ടാകാൻ. കൂത്തുപറമ്പിൽ നിന്നും ക്യാമറമാൻ രാഹുൽ രാമകൃഷ്ണനൊപ്പം തേജസ്വിനി മാരോളി, ഗ്രാമിക ന്യൂസ്, കൂത്തുപറമ്പ്.